ടോപ്പിക്കായിട്ട് വരുന്നതാണ് മാർക്സിസ്റ്റ് ഫെമിനിസം. ഫെമിനിസത്തിൻ്റെ മറ്റൊരു സെക്ഷനാണ് മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. ഫെമിനിസം എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് ഫിലോസഫിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും ആന്ത്രോപോളജിക്കലായിട്ടും സോഷ്യലായിട്ടും പല സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിലൊരു സെക്ഷനാണ് മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. ഫിലോസഫീനെ അടിസ്ഥാനമാക്കിയിട്ട് ഫെമിനിസത്തെ 4 സ്കൂളുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ ഫെമിനിസത്തെ 4 സ്കൂളുകളായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ലിബറൽ ഫെമിനിസം, മാർക്സിസ്റ്റ് ഫെമിനിസം, സോഷ്യലിസ്റ്റ് ഫെമിനിസം ആൻഡ് റാഡിക്കൽ ഫെമിനിസം. അങ്ങനെ 4 ഫെമിനിസമായിട്ട് നമുക്ക് ഈ ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ ഫെമിനിസത്തെ തരംതിരിക്കാം. പേര് പോലെ തന്നെ മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. മാർക്സിസ്റ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന 2 പ്രമുഖ വ്യക്തികൾ കാൾ മാർക്സും ഫെഡറിക് ഏഞ്ചൽസും ആണ്. അവർ കണ്ടത് സംസ്കാരം എന്ന് പറയുന്നത് അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അന്നത്തെ കാലത്തെ സാമ്പത്തികമായിട്ടുള്ള റിലേഷൻസ്, ബന്ധങ്ങളും ആ ബന്ധങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അവർ സംസ്കാരത്തെ കണ്ടത്. അതായത് എങ്ങനെയാണ് ആ ഒരു കാലത്തെ സമൂഹത്തിൽ എക്കണോമിക് റിലേഷൻസും മീൻസ് ഓഫ് പ്രൊഡക്ഷൻസും തമ്മിലുള്ള ബന്ധം. ഓക്കെ, മാർക്സിസം അവിടെ ശ്രദ്ധിക്കുന്നത് സമൂഹത്തിൻ്റെ ഒരു ഉറവിടം അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എവല്യൂഷൻ എന്തിനെ അടിസ്ഥാനത്തിലാണ് മാർക്സിസം നോക്കിയത്? സ്ട്രഗിൾ ഓഫ് ദ ക്ലാസസ് ഫോർ ഡൊമിനേഷൻ വിച്ച് ഇൻ ടേംസ് ആസ് ക്ലാസ് സ്ട്രഗിൾ. ഓരോ വിഭാഗക്കാരും തങ്ങളെ അടിച്ചമർത്തുമ്പോൾ അതിനവർ സ്ട്രഗിൾ ചെയ്യുമല്ലോ, സ്വന്തമായിട്ട് ഒരു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുമല്ലോ. അപ്പോൾ മാർക്സിസം ഇവിടെ നോക്കിയത് ഓരോ കാലഘട്ടത്തിൻ്റെ ചരിത്രം നോക്കിയത് ആ കാലഘട്ടത്തിലെ ക്ലാസ് സ്ട്രഗിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്ലാസ് സ്ട്രഗിൾ എങ്ങനെയാണെന്നാണ് അവർ പറയുന്നത്. മാർക്സിസ്റ്റ് ഫെമിനിസം പറയുന്നത് മെറ്റീരിയലായിട്ടുള്ള ഫോഴ്സസ്, അധികാരങ്ങളാണ് ലോകത്തിൽ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നു ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും, ചരിത്രത്തിൻ്റെ ഏത് കാലഘട്ടം എടുത്തു നോക്കിയാലും, ചരിത്രത്തിലെ ഏത് കാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും ഒരു പർട്ടിക്കുലറായിട്ടുള്ള ക്ലാസ്, ഒരു പ്രത്യേക വിഭാഗം ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം എപ്പോഴും ഉയർന്നു നിൽക്കാറുണ്ട്, ഡൊമിനേറ്റ് ചെയ്യാറുണ്ട്. ഇവരാണ് സമൂഹത്തിലെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് സബോർഡിനേറ്റ് ആയിട്ടുള്ള, അതായത് താഴ്ന്ന ക്ലാസ്സുകളെയും കൺട്രോൾ ചെയ്യുന്നതും സമൂഹത്തിൽ ഉൽപ്പാദനം കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സാണ്, ഡൊമിനൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണെന്നാണ് മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. അവിടെ മെറ്റീരിയലായിട്ട് അടിച്ചമർത്തലുകൾ വരുന്നുണ്ട്. The use of many ideological apparatus for effective control ചെയ്യാൻ and exploitation of the downtrodden and oppressed. അടിച്ചമർത്തപ്പെട്ടവരെയാണ് ഡൗൺ ട്രോഡൻ എന്ന് പറയുന്നത്. ഒപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവഗണിക്കപ്പെട്ടവർ. അവരൊക്കെ പിന്നെയും ചൂഷണം ചെയ്യുകയാണ്. എഫക്റ്റീവായിട്ടുള്ളൊരു കൺട്രോൾ വരികയാണ്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിൽ വരുന്ന ആ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഡൊമിനൻ്റ് ക്ലാസ്. ഇനി ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ആർ പാർട്ട് ഓഫ് ഐഡിയോളജിക്കൽ പ്രോജക്റ്റ് ഓഫ് റൂളിംഗ് ക്ലാസ്. ഈ റൂളിംഗ് ക്ലാസ്സിൻ്റെ, ഭരണവർഗ വിഭാഗത്തിൻ്റെ കയ്യിലുള്ളതാണ് എന്ത്? കല, സാഹിത്യം എന്ന് പറയുന്നത്. ഇനി മാർക്സിസ്റ്റ് ഫെമിനിസം ഇവിടെ ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, വീക്ഷണകോണിലൂടെ നോക്കുകയാണ്. ഏഞ്ചൽസിനെ ഫോളോ ചെയ്തിട്ട് വ്യൂസ് ഓൺ ഒറിജിൻ ഓഫ് ഫാമിലി ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. മാർക്സിസ്റ്റ് ഫെമിനിസം അപ്രോച്ച് ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഒപ്രഷൻ ഓഫ് വിമൻ ഹിസ്റ്റോറിക്കലി. അവിടെ സ്ത്രീ എങ്ങനെയാണ് ഓരോ ചരിത്രം അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ചൂഷണം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഒപ്രസ് ചെയ്യപ്പെട്ടത് എന്ന് മാർക്സിസ്റ്റ് ഫെമിനിസം നോക്കുകയാണ്. അവർ പറയുകയാണ് സ്ത്രീയുടെ സബോർഡിനേഷൻ, സ്ത്രീ പുരുഷനേക്കാളും താഴെയാണ്, പുരുഷൻ മുകളിലാണ് എന്ന് പറയുന്നത് സമൂഹമായിട്ടുണ്ടാക്കിയ ഒന്നാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് ഫെമിനിസം വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപവർമെൻറ്റ്, സ്ത്രീയുടെ ശാക്തീകരണം, അതുപോലെ തന്നെ സമത്വം. അത് ക്യാപിറ്റലിസം നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റലിസം ആണ് സമൂഹത്തിലെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ എംപവർമെൻറ്റോ ഇക്വാലിറ്റിയോ സ്ത്രീകൾക്ക് ഉണ്ടാവില്ല എന്ന് മാർക്സിസ്റ്റ് ഫെമിനിസം വിശ്വസിക്കുന്നു.
കാൾ മാർക്സിൻ്റെയും ഏഞ്ചൽസിൻ്റെയും ഒരു വീക്ഷണകോണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ക്ലാസ് ഒപ്രഷൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എന്ത്, എങ്ങനെയാണൊരു ഒഴിവാക്കപ്പെടൽ അല്ലെങ്കിൽ അവഗണന വരുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് സ്ത്രീനെ താഴ്ത്തിക്കെട്ടൽ എന്നാണ് മാർക്സും ഏഞ്ചൽസും പറഞ്ഞത്. അവരുടെ രണ്ടുപേരുടെ അഭിപ്രായത്തിൽ, അതായത് മാർക്സിൻ്റെയും ഏഞ്ചൽസിൻ്റെയും അഭിപ്രായത്തിൽ, വിമൻ ആർ ഹിസ്റ്റോറിക്കലി റീപ്രൊഡ്യൂസിങ് ലേബർ ഫോർ ക്യാപിറ്റലിസം ബൈ ബിയറിങ് ദ ബേർഡൻ ഓഫ് ഹൗസ് ഹോൾഡ്സ് ആൻഡ് പ്രിപ്പയറിങ് മെൻ. ഒരു ക്യാപിറ്റലിസ്റ്റുകൾ എന്താ സ്ത്രീനെ എങ്ങനെ കണക്കാക്കുന്നത്? വീട്ടിലെ ജോലികൾ ചെയ്യുക, കുട്ടികളെ നോക്കുക, മെന്നിനെ പ്രിപ്പയർ ചെയ്യുക ഫോർ ലേബർ ഇൻ ദ ഫാക്ടറീസ്, അതിനൊക്കെ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ജെൻഡർ റോൾസ് ട്രസ്റ്റ് അപ്പോൺ വിമൻ ആസ് ദ പാർട്ട് ഓഫ് സബോർഡിനേഷൻ. ഈ ഒരു ജോലിയിലേക്ക് മാത്രമാണ് സ്ത്രീകളെ ഇതാക്കുന്നത്. അത് തന്നെ സബോർഡിനേഷന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. സ്ത്രീ പുരുഷൻ എന്ന രീതിയിൽ ജോലിയിൽ ഉണ്ടാകുന്ന വേർതിരിവ്. മെന്നാണെങ്കിൽ അവർ ഫാക്ടറിയിലും ലാബേഴ്സ് പോയിട്ട് ഇൻഡസ്ട്രിയിലൊക്കെ പോയിട്ട് ജോബ് ചെയ്യുക, വിമൻ ആണെങ്കിൽ ചൈൽഡ് ബിയറിങ്, ഹൗസ് ഹോൾഡ് കാര്യങ്ങളൊക്കെ നോക്കുക. ആ രീതിയിലേക്ക് ജെൻഡർ റോള് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ആര്? ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. ആ ജെൻഡർ റോളാണ് സ്ത്രീയുടെ സബോർഡിനേഷന് ഏറ്റവും വലിയ കാരണമെന്നാണ് കാൾ മാർക്സും ഏഞ്ചൽസും വിശ്വസിച്ചത്. ഇനി മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റിൻ്റെ ഒരു പേര് കൊടുക്കുന്നുണ്ട്. എന്താ പേര്? മാർഗരറ്റ് ബെൻസ്റ്റൺ. മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള മാർഗരറ്റ് ബെൻസ്റ്റൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീപ്രൊഡക്ഷൻ ഓഫ് ലേബർ ഗോസ് അൺപെയ്ഡ് ആസ് ഇറ്റ് ഹാസ് നോ എക്സ്ചേഞ്ച് വാല്യൂ. ഇവിടെ റീപ്രൊഡക്ഷൻ ഓഫ് ലേബറിന് ഒരു പൈസയും കൊടുക്കുന്നില്ല. ക്യാപിറ്റലിസം സ്ട്രൈവ്സ് ഓൺ ദ റീപ്രൊഡക്റ്റീവ് ലേബർ ഓഫ് വിമൻ. ഇവിടെ ഒരേ ഒരു ലേബർ മാത്രമേ സ്ത്രീക്ക് കൊടുക്കുന്നുള്ളൂ. എന്താണ്? റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള, പിന്നെയും എന്താ പറയുക, കുട്ടികളെ എന്താ പറയുക, ഡെലിവറിയിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. ഒരു അൺപെയ്ഡ് ആണെന്നായിട്ടുള്ള രീതിയിലാണ് ക്യാപിറ്റലിസ്റ്റ് കാണുന്നത്. ഒരുപാട് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റുകൾ വിശ്വസിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രഗിൾ എഗെയിൻസ്റ്റ് പാട്രിയാർക്കി, അതായത് പുരുഷ മേധാവിത്വത്തിനെതിരായിട്ടുള്ള ഒരു സ്ട്രഗിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോരാട്ടം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതും സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ക്യാപിറ്റലിസത്തിനെതിരായിട്ടുള്ള സ്ട്രഗിള്, അത് ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ പാട്രിയാർക്കിക്ക് എതിരായിട്ടുള്ള സ്ട്രഗിള്. രണ്ടിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. They engender each other that women should align with the proletariat in their struggle about bourgeois. അപ്പോൾ മാർക്സിസ്റ്റുകാർ പറഞ്ഞു, സ്ത്രീകൾ എന്ത് ചെയ്യണം? പ്രൊളറ്ററേറ്റിൻ്റെ കൂടെ കൂടണം. കാരണം പ്രൊളറ്ററേറ്റിൻ്റെ ഉദ്ദേശം എന്താ? ബൂർഷ്വാസികളെ, ക്യാപിറ്റലിസത്തെ നീക്കം ചെയ്യാനാണ്. ഇവിടെ സ്ത്രീകളും അത് തന്നെയാണ് ചെയ്യുന്നത്. പാട്രിയാർക്കീനെ നീക്കം ചെയ്യാനാണ് തയ്യാറാവേണ്ടത്. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് മാർക്സിസ്റ്റുകാർ പറഞ്ഞത്. Contrary to the popular belief about Marxist rigidity about sex and sexuality, Marxist feminist ആയിട്ടുള്ള അലക്സാണ്ട്ര കൊലൻ്റെ പ്രൊമുൽഗേറ്റഡ് റെവല്യൂഷണറി കൺസെപ്റ്റ്സ്, അതായത് മാർക്സിസ്റ്റിൽ സെക്സിനെ പറ്റിയിട്ടോ സെക്ഷുവാലിറ്റീനെ പറ്റിയിട്ടോ വളരെ വിശദമായിട്ട് ഓപ്പണായിട്ട് പറയില്ല എന്നൊക്കെയാണ് ഒരു ധാരണ. അതിൽ നിന്നും വിപരീതമായിട്ട് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള അലക്സാണ്ട്ര കൊലൻ്റെ വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങൾ സെക്സിനെയും ലവിനെയും ഡിസൈറിനെയും പറ്റിയൊക്കെ പറഞ്ഞു. ദെൻ സ്റ്റാലിനിറ്റിക് എക്സസ് ഇൻ സോവിയറ്റ് യൂണിയൻ. നമ്മൾ കാണുന്നത് റഷ്യയിൽ സ്റ്റാലിനിയാണ്. അപ്പോൾ അത് വെസ്റ്റേൺ മാർക്സിസ്റ്റ് ഫെമിനിസത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അവിടെ നിയോ ഇമ്പീരിയലിസം വരികയാണ്. ദ പെർസിപ്പിറ്റേഷൻ ഓഫ് വിമൻസ് ഇഷ്യൂസ് ഇൻ എക്സ്ട്രീം റൈറ്റ് റെജീംസ്. സ്ത്രീകൾക്ക് അവകാശം വേണം, അല്ലെങ്കിൽ അധികാരം വേണം എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്ത് റെജീംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ഹാസ് റീകൾജൽ ഇൻട്രസ്റ്റ് ഇൻ മാർക്സിസ്റ്റ് ടെനൻസിലൊക്കെ പലർക്കും ഇൻട്രസ്റ്റ് വരുന്നു. പ്രത്യേകിച്ചും ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റിൽ, അതുപോലെ തന്നെ അക്കാഡമിഷ്യനിൽ, ഇവരൊക്കെ മാർക്സിസ്റ്റ് ഫെമിനിസത്തിൽ ഇൻട്രസ്റ്റ് വരികയാണ്. പിന്നെ അതായത് മോഡേൺ കാലഘട്ടത്തിന് ശേഷം, അതായത് പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ സ്ത്രീയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പിന്നെ മാർക്സിസ്റ്റുകാർ വിശകലനം ചെയ്യുകയാണ്. അത് പുതിയ വഴിത്തിരിവ് ഫെമിനിസത്തിൽ പുതിയ ചിന്തകൾക്കും രാഷ്ട്രീയത്തിനൊക്കെ കാരണമായി. മറ്റ് സ്കൂളുകളുണ്ട് ഫെമിനിസത്തിൻ്റെ. പോസ്റ്റ് മോഡേണിസ്റ്റ് ക്രിറ്റിസൈസ് ചെയ്യാണ്, പോസ്റ്റ് മോഡേണിസ്റ്റ് കുറ്റം പറയാണ് മാർക്സിസ്റ്റ് അപ്രോച്ച് ആസ് എക്കണോമിക് ഡിറ്റർമിനിസം. എക്കണോമിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാർക്സിസ്റ്റ് അപ്രോച്ചിനെ പോസ്റ്റ് മോഡേണിസ്റ്റ് കുറ്റം പറയുന്നുണ്ട്. മാർക്സിസ്റ്റ് ഫെമിനിസം റിജക്ട്സ് ദ റിഡക്ഷനിസ്റ്റിക് അപ്രോച്ച് ഓഫ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഓഫ് സർട്ടൻ ഫെമിനിസ്റ്റ് സെക്ട്സ്. ഇത്രയാണ് മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. അടുത്തത് ലെസ്ബിയൻ ഫെമിനിസമാണ്. ലെസ്ബിയൻ
ഫെമിനിസത്തിൻ്റെ തന്നെ മറ്റൊരു സെക്ഷനാണ് ലെസ്ബിയൻ ഫെമിനിസം എന്ന് പറയുന്നത്. ഇവിടെ ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു സെയിം സെക്സ് റിലേഷനാണ്. സ്ത്രീയും തമ്മിലുള്ള സെയിം സെക്സ് റിലേഷനെയാണ് ലെസ്ബിയൻ എന്ന് പറയും. അതിന് നിയമപരമായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാക്കണം എന്നതാണ് ലെസ്ബിയൻ ഫെമിനിസത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത്ര കാര്യം പഠിക്കുക. ലെസ്ബിയൻ ഫെമിനിസം എന്ന് പറയുന്നത് ഫെമിനിസത്തിൻ്റെ തന്നെ ഒരു സെക്ഷനാണ്. വിമൻ റിലേഷൻഷിപ്പ്, സെയിം സെക്സ് റിലേഷൻഷിപ്പാണ് അവിടെ വരുന്നത്. അതിന് നിയമപരമായിട്ടുള്ളൊരു അംഗീകാരം കിട്ടാനാണ് വരുന്നത്. ഇതൊരു മൂവ്മെൻ്റായിട്ട് വരുന്നു. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫെമിനിസത്തിൻ്റെ കുറച്ച് വയലൻ്റ് രീതിയായിട്ടുള്ള റാഡിക്കൽ ഫെമിനിസമാണ്. ദെൻ സെക്ഷൽ റെവല്യൂഷൻ, വിപ്ലവം. ദെൻ ഗേ റൈറ്റ്സ്. എന്താ ഗേ എന്ന് പറയുന്നത്? മെന്നും തമ്മിലുള്ള റിലേഷൻ. അങ്ങനെ ഗേ റൈറ്റ്സ് മൂവ്മെൻ്റ് ഒക്കെ വന്നപ്പോഴാണ് ലെസ്ബിയൻ ഫെമിനിസം ശക്തമായിട്ട് വരുന്നത്. അവർ പറയുന്നത് ഞങ്ങൾക്കും ഐഡൻറ്റിറ്റി ഉണ്ട്, അതൊരു ഞങ്ങൾക്കും ആക്ട് ചെയ്യാം. അവിടെ മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ഷൽ പൊളിറ്റിക്സ് ആണ് കാണാൻ പറ്റുക. എന്തുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ ആയിക്കൂടാ, ഗെയ്സിനെ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൂടാം. ലെസ്ബിയൻ ഫെമിനിസം ഈസ് നോട്ട് മിയർലി അബൌട്ട് സെക്ഷൽ ഓറിയൻറ്റേഷൻ മാത്രമല്ല, അതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മൂവ്മെൻറ്റും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വിപ്ലവമായിട്ട് മാറുകയാണ്. സമൂഹത്തിലെ മെയിൽ ഡൊമിനേഷൻ, രണ്ട് ലിംഗങ്ങളിൽ മെയിലിന് മാത്രം കൂടുതൽ പ്രാധാന്യമുള്ള അതിനെതിരായിട്ടും അവർ പോരാടുന്നുണ്ട്. മെയിലിന് ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ട് ഫീമെയിലിന് ചെയ്തുകൂടാ, മെയിൽ റിലേഷൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഫീമെയിൽ പറ്റൂടാ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ത് തന്നെയാണ്? മെയിൽ ഡൊമിനേഷന്, ഫീമെയിലല്ല മെയിൽ ഡൊമിനേഷന് എതിരായിട്ട് തന്നെയാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നു. അവരുടെ സ്ട്രഗിൾ എന്തിനെതിരായിട്ടാണ്? പാട്രിയാർക്കിയാണ്. അപ്പോൾ എന്നിട്ട് അവർ പറയാണ് ലെസ്ബിയൻസ് രണ്ട് രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ലെസ്ബിയൻസ് രണ്ട് രീതിയിൽ വേർതിരിക്കപ്പെടുന്നത്. ഒന്ന് എന്താണ്? വിമനാണ് എന്നതിൻ്റെ പേരിൽ. രണ്ട് എന്താണ്? ലെസ്ബിയൻസ് ആണ് എന്ന പേരിൽ. രണ്ട് രീതിയിൽ അവർക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, വേർതിരിവുണ്ട്. ഒന്ന് സ്ത്രീയാണെന്നതിൻ്റെ പേരിൽ, രണ്ട് ലെസ്ബിയൻ ആണെന്നുള്ള പേരിൽ. അവർ വെല്ലുവിളിക്കുകയാണ് ഹെട്രോസെക്ഷുവാലിറ്റി, അതായത് മെയിലും ഫീമെയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അത് തന്നെ വേണമെന്ന് എന്താ നിർബന്ധം? അത് മാത്രമാണ് നോർമൽ എന്ന് പറയാൻ എന്താ കാരണം എന്ന് പറയാണ്. ഇത് മെയിൽ ഡൊമിനേഷൻ അല്ല ഇതിന് കാരണം എന്ന് പറയുന്നുണ്ട്. സ്ത്രീക്ക് മേലുള്ള പുരുഷൻ്റെ ആധിപത്യം ഉള്ളത് കൊണ്ടല്ലേ ഹെട്രോസെക്ഷുവാലിറ്റി മാത്രമേ നോർമൽ എന്ന് പറയുന്നതെന്ന് അവർ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ലെസ്ബിയൻ ഫെമിനിസം സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും വന്ന സെക്സ് റിലേഷൻസിൻ്റെ ചരിത്രം, ഓരോ സംസ്കാരത്തിലും വന്നത്. ലെസ്ബിയൻ ഫെമിനിസം ആസ് വെൽ ആസ് ലെസ്ബിയൻ കൾച്ചർ അതൊരു സ്ട്രോങ് ആയിട്ട് മാറുകയാണ്. പോസ്റ്റ് വാറിന് ശേഷം, യുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ, അതും പല സിറ്റികളിൽ ഇതൊരു എനർജി ആയിട്ട് മാറുകയാണ്, കുറച്ചും കൂടി ശക്തിപ്പെടുകയാണ്. എന്ത് വന്നപ്പോൾ? വിമൻ ലിബറേഷൻ മൂവ്മെൻറ്റ്, WL വന്നപ്പോൾ, ന്യൂ ലെഫ്റ്റൊക്കെ വന്നപ്പോൾ ഇതും കൂടെ ശക്തമായിട്ട് മാറുകയാണ്. പിന്നീട് വന്ന 1950s 60s മൂവ്മെൻറ്റ് വന്നപ്പോൾ ലെസ്ബിയൻ ഫെമിനിസം കുറച്ചും കൂടെ ശക്തമാണ്. ഒരു ലെസ്ബിയൻ പ്രൈഡ്, അഹങ്കാരമായിട്ട് മാറുകയാണ്. ഒരു ഹോമോസെക്ഷുവാലിറ്റിനെ, അതായത് ഫീമെയിൽ റിലേഷൻഷിപ്പിനെ ഒരു നോർമലാണ്, സാധാരണയായിട്ട് കണ്ടുകൂടെ എന്ന് അവർ വെല്ലുവിളിക്കുകയാണ്, ചലഞ്ച് ചെയ്യുകയാണ്. ദേ ഹെൽഡ് ദാറ്റ്, അവർ പറയാണ് ലെസ്ബിയൻ സെക്ഷുവാലിറ്റി, അതായത് ഫീമെയിൽ റിലേഷൻഷിപ്പ്, അത് സെക്ഷൽ ഇൻഡിപെൻഡൻസ് ഓഫ് വിമൻ, ഒരു സ്ത്രീയുടെ സെക്സിലുള്ള സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്, അത് ജെൻഡർ ഈക്വാലിറ്റിക്ക് കാരണമാകുമെന്നാണ് അവർ വാദിക്കുന്നത്. അതൊരു ഒറ്റയ്ക്കുള്ളൊരു മൂവ്മെൻ്റ് അല്ല, അതിനൊരുപാട് ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു, ആക്ഷൻസ് ഉണ്ടായിരുന്നു, സംവാദങ്ങൾ നടത്തുന്നുണ്ട്, തിയറികളുണ്ട്, അത് പ്രത്യേകിച്ചും വെസ്റ്റേൺ വേൾഡിൽ. ദ ഫസ്റ്റ് മോഡേൺ കളക്റ്റീവ് ഓഫ് ലെസ്ബിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് US പിന്നെ വേൾഡ് വാസ് ഡോട്ടേഴ്സ് ഓഫ് ബിലിറ്റീസ്, ഫൗണ്ടഡ് ബൈ ഫിലിസ് ലയൺ ആൻഡ് ഡെൽ മാർട്ടിൻ. Then Mary Daly, Andrina Rich, Audre Lorde, Gail Rubin are some of the theorists who contributed to lesbian feminism. ലെസ്ബിയൻ ഫെമിനിസം ഒരു പഠന മേഖലയായി മാറുന്നതിൽ ഒരുപാട് സംഭാവന ചെയ്ത ആളുകളാണ് മേരി ഡാലി, ആൻഡ്രീന റിച്ച്, ഓഡ്രി ലോറെ, ഗെയ്ലി റൂബിൻ. ഈ പേരുകൾ കുറച്ച് പഠിച്ചു വയ്ക്കാം. അങ്ങനെ ലാസ്റ്റ് സെഞ്ച്വറിയുടെ അവസാനമായപ്പോഴേക്കും ലെസ്ബിയൻ ഐഡിയൽസ്, ലെസ്ബിയൻ്റെ ആശയങ്ങൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്കും ഷെയർ ചെയ്യുകയാണ്, കുറച്ചും കൂടെ അതിന് പ്രാധാന്യം കിട്ടുകയാണ്. അങ്ങനെ ബ്രോഡർ മൂവ്മെൻ്റ് ആയിട്ടുള്ള LGBTQ അത് കൂടിച്ചേരുകയാണ്. ലെസ്ബിയൻ ഫെമിനിസ്റ്റ് അറ്റാക്ക് ചെയ്യാണ് ഫോബിയ,
എന്തുകൊണ്ട് മെയിലും എന്താ ഫീമെയിൽ റിലേഷൻഷിപ്പിനെ ഫീമെയിൽ സെയിം സെക്സ് റിലേഷൻഷിപ്പിനെ ഭയപ്പെടുന്നവരെയാണ് ഹോമോഫോബിയ എന്ന് പറയുക. അതിനവർ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള നിയമം മാത്രമേ പാടുള്ളൂ, അതായത് മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്പ് മാത്രമേ പാടുള്ളൂ എന്ന് അവർ എതിർക്കുന്നു. A substantial section of feminist critics lesbian feminism, charging that it creates a chasm in feminist movement, ignore the issues like ഇനി ഈ ഒരു ലെസ്ബിയൻ ഫെമിനിസത്തെ എതിർക്കുന്ന കുറച്ച് ഫെമിനിസ്റ്റുകളുണ്ട്. അവർ പറഞ്ഞു ലെസ്ബിയൻ ഫെമിനിസം റാസിസം, പാട്രിയാർക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഈ ഒരു ഫീമെയിൽ റിലേഷൻഷിപ്പിന് നിയമാംഗീകാരം കിട്ടണം, അത് നോർമലായി കാണണം എന്നതിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ചില ഫെമിനിസ്റ്റുകൾ ഈ ഒരു ലെസ്ബിയൻ ഫെമിനിസത്തെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അത്രയാണ് ലെസ്ബിയൻ ഫെമിനിസം എന്ന് പറയുന്നത്. അതായത് ഹോമോസെക്ഷുവാലിറ്റി ഒരു നോർമലായിട്ടുള്ള കാര്യമായിട്ട് കാണണം, ഫീമെയിൽ റിലേഷൻഷിപ്പിനെ അംഗീകരിക്കണം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശം. അടുത്തത് ബ്ലാക്ക് ഫെമിനിസമാണ്. അത് കൂടുതലും കറുത്ത വർഗ്ഗക്കാർ നീഗ്രോ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഫെമിനിസത്തിൻ്റെ മറ്റൊരു സെക്ഷനാണ് ബ്ലാക്ക് ഫെമിനിസം. അത് കൂടുതലും ശ്രദ്ധിക്കുന്നത് ബ്ലാക്ക് വുമൻ്റെ, അതായത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ജീവിത അനുഭവങ്ങളാണ്. പ്രത്യേകിച്ചും വർഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, സെക്സ്, അവരുടെ ലിംഗവുമായി ബന്ധപ്പെട്ട്, ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട്. ബ്ലാക്ക് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് മാർജിനലൈസേഷൻ. ബ്ലാക്ക് വിമൻ, അതായത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള സ്ത്രീകൾ ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോരാടാനായിട്ട് തുടങ്ങി. അതിൽ നിന്നാണ് ബ്ലാക്ക് ഫെമിനിസം വരുന്നത്. അതൊരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് തന്നെയാണ്. രണ്ട് രീതിയിൽ അവർ അടിച്ചമർത്തപ്പെടുന്നുണ്ട്. ഒന്നാമത് അവർ സ്ത്രീയാണ്, രണ്ടാമത് അവർ ബ്ലാക്കാണ്. രണ്ട് രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ലെസ്ബിയൻ ഫെമിനിസ്റ്റുകളെ പോലെ തന്നെ ബ്ലാക്ക് ഫെമിനിസ്റ്റ് ഓൾസോ ക്രിറ്റിസൈസ് ദ ഗ്രാൻഡ് നെറേറ്റീവ് ഓർ സെക്കൻഡ് വേവ്. ഈ ഒരു ലെസ്ബിയൻ ഫെമിനിസ്റ്റുകളെ പോലെ തന്നെ ബ്ലാക്ക് ഫെമിനിസ്റ്റും വിമർശിക്കുന്നുണ്ട് രണ്ടാമത്തെ വേവ് ഓഫ് ഫെമിനിസത്തെ. കാരണം സ്ത്രീകളുടെ ഇടയിൽ തന്നെ വേർതിരിവുകൾ കൊണ്ടുവന്നു ഫെമിനിസത്തിൽ എന്നാണ് അവർ പറയുന്നത്. They asserted both their identities on equal note as noted American poet by ജൂൺ ജോർഡൻ. ഇതിനെ പറ്റിയിട്ട് അമേരിക്കൻ കവിയായിട്ടുള്ള ജൂൺ ജോർഡൻ പറയുന്നത് എന്താ? I am a feminist and what that means to be much same as the meaning of fact that I am black. ഞാനൊരു ഫെമിനിസ്റ്റുമാണ്, പക്ഷെ അതിലപ്പുറം ഞാൻ ബ്ലാക്കുമാണ്. അതിനർത്ഥം എന്താ? ഫെമിനിസ്റ്റുകളുടെ ഇടയിൽ തന്നെ വൈറ്റ് ഫെമിനിസ്റ്റ്, ബ്ലാക്ക് ഫെമിനിസ്റ്റ് എന്നുള്ള വേർതിരിവുകൾ വന്നിട്ടുണ്ട്. അതിനെതിരെയാണ് ബ്ലാക്ക് ഫെമിനിസം, അതുപോലെ തന്നെ ലെസ്ബിയൻ ഫെമിനിസം ഒക്കെ ഫെമിനിസത്തിൻ്റെ രണ്ടാമത്തെ വേവിനെ കുറ്റം പറയുന്നത്. They call the feminist movements as white feminism to make a distinction between the oppression of black women and white women. Okay. Black feminism എന്താ വിശ്വസിച്ചേ? Believed that issues faced by them are fundamentally different. ഈ ഒരു വേർതിരിവ് കാണിക്കുമ്പോൾ ബ്ലാക്ക് ഫെമിനിസ്റ്റുകൾ വിശ്വസിക്കുകയാണ് വൈറ്റ് ഫെമിനിസ്റ്റുകൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ബ്ലാക്ക് ഫെമിനിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ. ക്രിറ്റിക് ഫയോണ ടോളൻ സമ്മറൈസ് ദ ആർഗ്യുമെൻറ്റ്. ക്രിറ്റിക്കായിട്ടുള്ള ഫയോണ ടോളൻ എന്താ പറഞ്ഞത്? ബ്ലാക്ക് വിമൻ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ് എതിർത്തത് ഈ ഒരു വേർതിരിവിനെയാണ്. ഈ ഒരു ഫെമിനിസ്റ്റിൻ്റെ കേസിലും റേസ്, ജെൻഡറിൻ്റെ പേരിലുള്ള വേർതിരിവ്, അതിനെയാണ് ബ്ലാക്ക് വിമൻ. ഒരേ സമയം ബ്ലാക്ക് ആണെന്ന പേരിലും ഫെമിനിസ്റ്റ് ആണെന്ന പേരിലും. For black women, all oppression was not reducible to sexual differences and there was more than one identity battle to fate. Post-colonial critic Chandra Talpade Mohanty posits that the mainstream Western feminism perpetuated the racial prejudice by negating the experience of black women. കുറ്റപ്പെടുത്തുന്നുണ്ട് ഫെമിനിസം വൈറ്റ് വിമന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ബ്ലാക്ക് വിമൻ്റെ എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ പലപ്പോഴും നെഗേറ്റ് ചെയ്യാണ്, തള്ളിക്കളയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് തിയോറിറ്റിക്കൽ പെർസെപ്റ്റ് ഓഫ് ബ്ലാക്ക് ഫെമിനിസം ഈസ് ഇൻ്റർസെക്ഷനാലിറ്റി. കിംബർലെ ക്രെൻഷോ, ക്രിറ്റിക്കൽ റേസ് തിയറിസ്റ്റ്, കോയിൻ ദ ടേം ഇൻ്റർസെക്ഷനാലിറ്റി. ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് കിംബർലെ ക്രെൻഷോ ആണ്. അത് 1981 ആ ടേം കോയിൻ ചെയ്യുന്നത്.
അതൊരു മെത്തേഡായിട്ടാണ്, ഒരു മാർഗ്ഗമായിട്ടാണ് ടു മാപ്പ് ആൻഡ് അനലൈസ്, കണ്ടുപിടിക്കാനും വിശകലനം ചെയ്യാനും ദ ഓവർലാപ്പിംഗ് ഓഫ് ഐഡൻറ്റിറ്റീസ് അക്രോസ് ദ സോഷ്യൽ സ്ഫിയേഴ്സ്. ഓരോ സമൂഹത്തിലും ഓരോ സോഷ്യൽ സ്ഫിയേഴ്സിലും എങ്ങനെയാണ് വ്യക്തിത്വങ്ങൾ തമ്മിൽ ഒരെണ്ണം മറ്റൊന്നുമായിട്ട് അങ്ങോട്ടും മേലേക്ക് എടുക്കുന്നത്, ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത്, അതിനെ വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡായിട്ടാണ് കിംബർലെ ക്രെൻഷോ 1989 ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞ ഒരു ടേം കൊണ്ടുവന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ സ്ത്രീ, ഒരു വിമൻ, സ്ത്രീ ആയതിലപ്പുറം അവൾക്ക് വർഗപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സെക്ഷൽ ലിംഗപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ കൾച്ചറൽ സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്തുണ്ടായിരിക്കും, വ്യക്തിത്വങ്ങൾ, ഐഡൻറ്റിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പം ആ രീതിയിലൊക്കെ അവൾ അടിച്ചമർത്തപ്പെടാം അല്ലെങ്കിൽ വേർതിരിവ് പെടാം എന്നാണ്. വെസ്റ്റേൺ മെയിൻ സ്ട്രീം ഫെമിനിസ്റ്റം നെറേറ്റീവ് ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ ദിസ് മൾട്ടിഫെസിറ്റഡ് സപ്രഷൻ. ചില ബ്ലാക്ക് വിമൻ എന്താ രണ്ട് രീതിയിൽ അടിച്ചമർത്തപ്പെടാം. ഒന്ന് അവർ സ്ത്രീയാണെന്നുള്ളതും മറ്റൊന്ന് എന്താണ്, ബ്ലാക്ക് ആണെന്നുള്ള രീതിയിലും, രണ്ട് രീതിയിലും വരാം അല്ലേ. അപ്പോൾ ക്രെൻഷോ ഇവിടെ ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട്. Alliance a prism for seeing the way in which various forms of inequality often operate together and exacerbate each other. എന്താ പറയുന്നത്, പല രീതിയിൽ അസമത്വങ്ങൾ വരുന്നത്, ഒരുമിച്ച് വരുന്നത് കാണാൻ പറ്റും. വി ടെൻഡ് ടു ടോക്ക് അബൌട്ട് ദ റേസ് ഇൻഇക്വാലിറ്റി, വർഗത്തിൻ്റെ പേരിലുള്ള അസമത്വം, ആസ് സെപ്പറേറ്റ് ഫ്രം ഇൻഇക്വാലിറ്റി ബേസ്ഡ് ഓൺ ജെൻഡർ, അത് ജെൻഡർ അസമത്വത്തിൽ നിന്ന് വ്യത്യാസമാണ്. ക്ലാസിൻ്റെ പേരിൽ, സെക്ഷുവാലിറ്റിയുടെ പേരിൽ, എമിഗ്രൻ്റ് സ്റ്റാറ്റസിൻ്റെ പേരിൽ ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അസമത്വങ്ങൾ കാണാം. വാട്ട്സ് ഓഫൺ മിസ്സിങ് ഈസ് ഹൗ സം പീപ്പിൾ ആർ സബ്ജക്റ്റ് ടു ഓൾ ദീസ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള അസമത്വങ്ങൾ നമ്മൾ നോക്കും, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വ്യക്തികൾ, ചില പീപ്പിൾ എല്ലാ രീതിയിലുള്ള അടിച്ചമർത്തലിലും അവർക്ക് അനുഭവിക്കേണ്ടി വരും, ഇരയാകും. ആൻഡ് ദ എക്സ്പീരിയൻസ് ഈസ് നോട്ട് ജസ്റ്റ് ദ സം ഓഫ് ഇറ്റ്സ് പാർട്ട്. അവരുടെ അനുഭവം അല്ലെങ്കിൽ അവരുടെ ദുരന്തം എന്ന് പറയുന്നത് ഒരു വേർതിരിവ് മാത്രം അനുഭവിക്കുന്ന ഒരാളുടെ പോലെ ആയിരിക്കില്ല എന്നാണ് ക്രെൻഷോ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബ്ലാക്ക് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആശയമാണ്. പല ആളുകൾ പല രീതിയിലാണ് അതിനെ കണ്ടത്. ഒരു ഫേമസ് ഡെഫിനിഷൻ ഇവിടെ എന്താ പറയുക, ബ്ലാക്ക് ഫെമിനിസത്തിന് കൊടുക്കുന്നത് ആലീസ് വാക്കറാണ്. ബ്ലാക്ക് ഫെമിനിസം ഈസ് ടേംഡ് ആസ് വുമണിസ്റ്റ് മൂവ്മെൻറ്റ്. ഇതിനവർ വുമണിസ്റ്റ് മൂവ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. എന്താ ഒരു വുമണിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ആലീസ് വാക്കറുടെ അഭിപ്രായത്തിൽ വുമണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെമിനിസ്റ്റാണ് ഹൂ ലവ്സ് ഓൾ വുമൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഐഡൻറ്റിറ്റീസ്. മറ്റൊരു വ്യക്തിത്വം മറ്റൊന്നും നോക്കാതെ എല്ലാ സ്ത്രീനെയും ഒരുപോലെ കാണുന്ന ഒരാളെയാണ് നമുക്ക് എന്തെന്ന് പറയുക, വുമണിസ്റ്റ് എന്ന് പറയുക. വുമണിസ്റ്റ് ഈസ് എ ഫെമിനിസ്റ്റ്. ഫെമിനിസ്റ്റ് ആയിരിക്കും ഹൂ ലവ്സ് ഓൾ വുമൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഐഡൻറ്റിറ്റീസ്. അവിടെ കാസ്റ്റ് ഏതാണെന്നോ ക്ലാസ് ഏതാണെന്നോ കളർ ഏതാണെന്നോ റേസ് ആണെന്നോ ഒന്നും നോക്കില്ല. സ്ത്രീയാണോ ആ ഒരു സ്ത്രീനെ റെസ്പെക്റ്റ് ചെയ്യും. അതാണ് വുമണിസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വുമണിസ്റ്റ് ആവണമെങ്കിൽ നമുക്ക് റെസ്പോൺസിബിൾ ആയിരിക്കണം, നമ്മൾ ഉത്തരവാദിത്തമുള്ളത് ആയിരിക്കണം. ആൻഡ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ഓൾ സെക്ഷൻ ഓഫ് വുമൺ. സ്ത്രീയിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ടുള്ള സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി നമ്മൾ പോരാടണം. ഇത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ആലീസ് വാക്കറിൻ്റെ കൺസെപ്റ്റാണ് കേട്ടോ വുമണിസം. ഓക്കെ, ബ്ലാക്ക് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ ബോഷൻ ഡ്യൂറിങ് ദ തേർഡ് വേവിലാണ്, മൂന്നാമത്തെ വേവിൽ വരുന്നു. ആൻഡ് ഫിൽ ദ ഗ്യാപ്സ് ഇൻ മെയിൻ സ്ട്രീം വൈറ്റ് ഫെമിനിസം. വൈറ്റ് ഫെമിനിസത്തിൽ ഉണ്ടായിരുന്ന കുറവുകളൊക്കെ ബ്ലാക്ക് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ വന്നപ്പോൾ ഫിൽ ചെയ്തു. ഈ ഒരു ബുക്കിൻ്റെ പേര് പറയുന്നുണ്ട് ബ്ലാക്ക് ഫെമിനിസ്റ്റ് തോട്ട് എന്ന് പറഞ്ഞ ബുക്ക് 1991 എഴുതിയതാണ്. പാട്രീസിയ ഹിൽ കോളിൻസിൻ്റെ ബുക്കാണത്, ബ്ലാക്ക് ഫെമിനിസ്റ്റ് തോട്ട് എന്ന് പറയുന്നത്. ആ ബുക്കിൽ കോളിൻസ് ട്രേസ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ദ ഇൻ്റലക്ച്വൽ ആൻഡ് അക്കാഡമിക് ഹിസ്റ്ററി ഓഫ് ബ്ലാക്ക് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം. ബ്ലാക്ക് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൻ്റെ കൃത്യമായിട്ടുള്ള ചരിത്രം. ഇനി വൈഡ് സർഗസോസി 1966 ജീൻ റൈസിൻ്റെ വർക്കാണ്. ദെൻ ഇൻ സെർച്ച് ഓഫ് അവർ മദേഴ്സ് ഗാർഡൻസ് 1983 ആലീസ് വാക്കറിൻ്റെ വർക്കാണ്. ഇതൊക്കെ ചോദ്യം ചെയ്യുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടാണ്. ആൻഡ് വോയിസ് ദ കൺസേൺസ് ഓഫ് വുമൻ. സ്ത്രീകൾക്ക് എന്താ പറയുക, ഈക്വലായിട്ടുള്ള അവകാശം കിട്ടാൻ വേണ്ടി അവർ നിൽക്കുന്നു. ഹുവർ അതേർഡ് എന്ന് പറയുന്നത് അവിടെ ആരെയാണ്, സ്ത്രീനെയാണ്. ഇൻ ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സ് ബൈ ദ വെസ്റ്റേൺ വൈറ്റ് ഫെമിനിസ്റ്റ് പലപ്പോഴും ബ്ലാക്ക് വിമനെ എന്തെന്നാണ്, അല്ലെ ബ്ലാക്ക് സ്ത്രീകളെ എന്തെന്നാണ് വിളിക്കുന്നത്, അതേർഡ്. പിന്നെ അതേർഡ് എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ,
സ്ത്രീകളെ കൊന്നിനിയല്ലേ, പിന്നെ വൈറ്റ് ഫെമിനിസ്റ്റ് ബ്ലാക്കുകാരെ അതേടെന്ന് വിളിക്കേണ്ട കാര്യമില്ല. അതിനെയൊക്കെ ചോദ്യം ചെയ്യാണ് ആലീസ് വാക്കറിൻ്റെയും ജീൻ റൈസിൻ്റെ ഒക്കെ വർക്കുകൾ. ഓക്കെ, അടുത്തൊരു ടോപ്പിക്ക് വുമണിസമാണ്. ആദ്യമേ പറഞ്ഞു വുമണിസം എന്ന് പറഞ്ഞ വർക്ക്. എന്താ വുമണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളെയും ഒരേപോലെ കാണാം, ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്നും നോക്കേണ്ട കാര്യമില്ല. ഈ ഒരു ടേം കോയിൻ ചെയ്തത് ആലീസ് വാക്കർ ആണെന്ന് പറഞ്ഞു. ഇതൊരു മൂവ്മെൻ്റ് ആണ് ഓഫ് വിമൻ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹു സ്റ്റാൻഡ്സ് അപ്പ് ഫോർ ഓൾ വുമൺ ഇൻ ദ വേൾഡ്, ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ഈ ആലീസ് വാക്കറിൻ്റെ ഒരു കളക്ഷൻ ഓഫ് എസ്സേസ് ഉണ്ട്. അതിൻ്റെ പേരെന്താ? ഇൻ സെർച്ച് ഓഫ് അവർ മദേഴ്സ് ഗാർഡൻസ് വുമണിസ്റ്റ് പ്രോസ് എന്ന് പറഞ്ഞിട്ട് 1983 ബുക്കാണ്. അത് വുമണിസത്തിൻ്റെ മാനിഫെസ്റ്റോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഷീ വാണ്ടഡ് ടു ഗിവ് ആൻ ഓർഗാനിക് നെയിം ടു ദ ഫെമിനിസം. ഫെമിനിസത്തിന് കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓർഗാനിക് പേര് ആലീസ് വാക്കറിന് കൊടുക്കണമായിരുന്നു. ഷീ വാണ്ടഡ് ടു ഗിവ് ആൻ ഓർഗാനിക് നെയിം ടു ദ ഫെമിനിസം ഓഫ് ആഫ്രോ അമേരിക്കൻ വിമൻ. ആഫ്രോ അമേരിക്കൻ വിമൻ്റെ ഫെമിനിസത്തിന് കുറച്ചും കൂടെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പേര്, കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള പേര് കൊടുക്കണമായിരുന്നു. കാരണം ആഫ്രോ അമേരിക്കൻ വിമൻ ഫൈറ്റ് ചെയ്യുന്നത് എന്താണ്? രണ്ട് രീതിയിലാണ്. രണ്ട് ആളുകളോടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. ഒന്ന് വൈറ്റ് വുമണിനോടും ഒന്ന് മെന്നിനോടും. വൈറ്റ് വുമണിനോടും ഒരേ സമയം മെന്നിനോടും അവർ പൊരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൈ വുമണിസം എന്നൊരു ആശയം കൊണ്ട് ആലീസ് വാക്കർ അർത്ഥമാക്കുന്നത് collective of the black feminist or feminist of color who are committed to welfare of all women, എല്ലാ സ്ത്രീകളുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. ആൻഡ് ഹ്യൂമാനിറ്റി, മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മൊത്തത്തിൽ പ്രവർത്തിക്കുന്നവരെ വുമണിസം എന്ന് പറയാം. ഇറ്റ് പെർസീവ്സ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആസ് ഇൻ്റർസെക്ഷണൽ ആസ് ഹാപ്പനിങ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. അവർ പറഞ്ഞു ലിംഗത്തിൻ്റെ പേരിലുള്ള വേർതിരിവ് പല ഇതിൽ നമുക്ക് കാണാം. ക്ലാസ്സിൽ കാണാം, ജെൻഡറിൽ കാണാം, റേസിൽ കാണാം എന്നൊക്കെ. ഷി ഫെൽറ്റ് ദാറ്റ്, അവൾക്ക് തോന്നി, ബ്ലാക്ക് ഫെമിനിസം ഡസ് നോട്ട് ഫുള്ളി റിഫ്ലക്ട് ദ കൾച്ചർ ഓഫ് ആഫ്രോ അമേരിക്കൻ വിമൻ. ആഫ്രോ അമേരിക്കൻ വുമൻ്റെ മൊത്തമായിട്ടുള്ള റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല എന്ന് തോന്നി. വാക്കർ emphasizes on the word women as she sees it as culturally more significant to Afro-American women than feminism. It signifies their courage and responsibility. ഒരു സ്ത്രീയുടെ കറേജ് റെസ്പോൺസിബിലിറ്റിയാണ് വിമനിസം കൊണ്ട് ഇവിടെ ഉദ്ദേശമാക്കുന്നത്. വാക്കർ envisaged womanism as a movement of women. വാക്കറിൻ്റെ അഭിപ്രായത്തിൽ വുമണിസം എന്ന് പറയുന്നത് സ്ത്രീകളുടെ തന്നെ മൂവ്മെൻ്റാണ്. എങ്ങനെയുള്ള സ്ത്രീകളുടെ? നല്ല ധൈര്യമുള്ളതും ഉത്തരവാദിത്തമുള്ള സ്ത്രീകളുടെയാണ്. ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ഓൾ വിമൻ, എല്ലാ സ്ത്രീകളുടെയും അവകാശത്തിന് വേണ്ടി നിൽക്കുന്നവർ. ബീയിങ് വുമണിഷ് ഈസ് എ ഫ്രേസ് യൂസ്ഡ് ബൈ ദ ബ്ലാക്ക് വിമൻ ടു ഡിനോട്ട് ഗേൾസ് ഹു ആർ സീരിയസ് ആൻഡ് ബോൾഡ്. അങ്ങനെ വന്നപ്പോൾ കുറച്ച് സീരിയസും ധൈര്യമുള്ള പെൺകുട്ടികളെ വുമണിഷ് എന്നുള്ള വിളിക്കാനായിട്ട് തുടങ്ങി കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ. ടു ഹെർ ഫെമിനിസം ഈസ് ഓൾസോ ലവ്. ഈ ഒരു ആലീസ് വാക്കറിൻ്റെ അഭിപ്രായത്തിൽ വുമണിസം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക തന്നെയാണ്. സെക്ഷൽ ഓർ നോൺ സെക്ഷൽ ടുവേർഡ്സ് ഓൾ വിമൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കോംപ്ലക്ഷൻ. വെളുത്തതാണോ കറുത്തതാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല, എല്ലാ സ്ത്രീകളെയും റെസ്പെക്റ്റ് ചെയ്യുക, സ്നേഹിക്കുക. വുമണിസം സീസ് വിമൻ ഓഫ് ഓൾ റേസസ് ആസ് ഡിഫറെൻ്റ്ലി കളേർഡ് ഫ്ലവേഴ്സ് ഇൻ എ ഗാർഡൻ. ഒരു പൂന്തോട്ടത്തിലെ പല നിറത്തിലുള്ള പൂക്കളെ പോലെയാണ് പല റേസിലുള്ള സ്ത്രീകളെ വിമണിസം കണ്ടത്. ഇവിടെ ഗാർഡൻ എന്ന് പറയുന്നത് എന്താ? അവിടെ ഒരു കമ്പാരിസൺ ആണ് അല്ലേ? ലൈക്കോ ഏസോ ഇല്ലാത്ത കമ്പാരിസനെ നമ്മൾ മെറ്റഫർ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഗാർഡനെ മെറ്റഫറായിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു പോയറ്റിക് ഡിവൈസാണ്. സ്റ്റാൻഡ്സ് ഫോർ ദ യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് ഓഫ് ഹ്യൂമനിസം. മൊത്തത്തിൽ സ്ത്രീനെ ഒന്നായി കാണുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഓൾസോ സിംബിളൈസസ് ദ ഐഡിയ ഓഫ് സിസ്റ്റർഹുഡ്, സാഹോദര്യം. എല്ലാ സ്ത്രീകളെയും സഹോദരികളെ കാണുന്ന രീതി, അതും വുമണിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. എന്താണ്? സിസ്റ്റർഹുഡ് ഓഫ് ഓൾ വുമൺ. വുമണിസം അക്കോർഡിംഗ് ടു വാക്കറിൻ്റെ അഭിപ്രായത്തിൽ വുമണിസം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഫെമിനിസം മാത്രമല്ല. വുമണിസം ഫോക്കസ് ഓൺ, അത് ശ്രദ്ധിക്കുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതും ദ കൾച്ചർ ഓഫ് ബ്ലാക്ക് വിമൻ, ബ്ലാക്ക് വിമൻ്റെ സംസ്കാരം കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ വിമണിസം ഫെമിനിസത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് വേണമെങ്കിൽ പറയാം. അറ്റ്ലീസ്റ്റ് ഫ്രം ദോസ് സ്കൂൾസ് ഓഫ് ഫെമിനിസം വിച്ച് ആർ നോട്ട് ഇൻ്റർസെക്ഷണൽ. ഇനി ആലീസ് വാക്കർ ഡിക്ലെയർഡ് ദാറ്റ്, ആലീസ് വാക്കർ എന്താ പറയുന്നത്? വുമണിസ്റ്റ് ഈസ് ടു ഫെമിനിസ്റ്റ് ആസ് പേർപ്പിൾ ഈസ് ടു ലാവൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ വ്യത്യാസമുണ്ട്. വുമണിസ്റ്റും ഫെമിനിസ്റ്റും വ്യത്യാസമുണ്ട്. അത് രണ്ടും സെയിം അല്ല. പേർപ്പിൾ കളറും ലാവൻഡർ കളറും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് വുമണിസ്റ്റും ഫെമിനിസ്റ്റും എന്ന് പറയുകയാണ്. വുമണിസം ഇൻക്ലൂഡ്സ് ഫെമിനിസം.
വുമണിസത്തിൽ എന്ത് കാണാൻ പറ്റും? നമുക്ക് ഫെമിനിസം കാണാൻ പറ്റും. ബട്ട് ഓൾസോ ബോർഡർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. സെവറൽ ബ്ലാക്ക് ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ലേറ്റർ അഡാപ്റ്റഡ് ദ ഐഡിയ ഓഫ് വുമണിസം. പിന്നീട് വന്ന കുറച്ച് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ഈ ഒരു ആശയം ഏറ്റെടുത്തു. പല പല സന്ദർഭങ്ങളിലും ആശയങ്ങളിലൊക്കെ അവരത് ഉപയോഗിച്ചു. ചിക്വാനെ ഒയുനേമി ഒരു നൈജീരിയൻ ക്രിറ്റിക്കാണ്. ഹെർ ഓൺ കൺസെപ്റ്റ് ഓഫ് വുമണിസത്തെ പറ്റി അവർ എഴുതി. ക്ലെനോറ ഹഡ്സൺ വീംസ് ഡെവലപ്ഡ് എ ന്യൂ വേർഷൻ ഓഫ് വുമണിസം. ക്ലെനോറ ഹഡ്സൺ വുമണിസത്തിൻ്റെ വേറൊരു രൂപം കൊണ്ടുവന്നു. അതിനവർ ആഫ്രിക്കാന വുമണിസം എന്ന പേരിൽ. ക്ലെനോറ ഹഡ്സൻ്റെ വുമണിസത്തിൻ്റെ പേരാണ് ആഫ്രിക്കാന വുമണിസം. അതിൽ അവർ പറയുകയാണ്, ദ ലിബറേഷൻ സ്ട്രഗിൾസ് ഓഫ് ബ്ലാക്ക് വിമൻ ഷുഡ് ഡ്രോ ഫ്രം ആഫ്രിക്കൻ ഡിസെൻറ്റ്. ഒരു ബ്ലാക്ക് വിമൻ്റെ ഒരു സ്ട്രഗിളുകൾ, പോരാട്ടം തുടങ്ങുന്നത് ആഫ്രിക്കയുടെ ഇടയിലാണ്. ആൻഡ് ബീയിങ് എ മോഡൽ ഓഫ് വൈറ്റ് ഫെമിനിസം. എന്തൊക്കെ പറഞ്ഞാലും ബ്ലാക്ക് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് വൈറ്റ് ഫെമിനിസത്തിൻ്റെ ഒരു മോഡലാണെന്നാണ് അവർ പറഞ്ഞത്. സ്കോളേഴ്സ് ലൈക്ക് പൗള ജെ ഗിഡിങ് ആൻഡ് ആഞ്ചലീന വൈ ഡേവിസ് ഫർദർ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നീട് ഇവരൊക്കെ വുമണിസ്റ്റ് ആശയങ്ങളെ കുറച്ചും കൂടെ വിപുലീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.